നമ്മൾ മനസ്സിലാക്കേണ്ടത് 2023 ഒക്ടോബർ 29 കളമശ്ശേരിയിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു. ആ ബോംബ് സ്ഫോടനത്തിൽ 6 പേർ ആ സമയത്തു തന്നെ മരണപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നീട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായി കൊണ്ടുള്ള പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ആളുകൾ, അതിൽ 9 പേരാണ് ഈ പറയുന്ന ബോംബ് സ്ഫോടനത്തിൽ പൂർണ്ണമായിക്കൊണ്ട് ഔദ്യോഗിക കണക്ക് പ്രകാരം കൊല്ലപ്പെട്ടവരുടെ, ആ ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു സവിശേഷമായ സന്ദർഭത്തെ സൂചിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, എൻ്റെ വായനയിൽ ഈ കളമശ്ശേരി ബോംബ് സ്ഫോടനവുമായി കൊണ്ട് ബന്ധപ്പെട്ട് മനസ്സിൽ നിന്നൊരു വാചകം എന്നുള്ളത്, നമ്മളേറെ കൊട്ടിഘോഷിക്കുന്ന നമ്മുടെ മതേതരത്തിന്റെ ഇസ്ലാമോഫോബിക് നഗ്നത വെളിവായ ദിനമായിക്കൊണ്ടാണ് ഈ പറയുന്ന കളമശ്ശേരി ബോംബ് സ്ഫോടനം എറണാകുളത്തെ ഒരു കളമശ്ശേരി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ഈ ബോംബ് സ്ഫോടനത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന ക്രൈസ്തവർക്കിടയിലെ ഒരു വിഭാഗം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനാ സമ്മേളനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ബോംബ് സ്ഫോടനം നടക്കുന്നത്. ഇത് നടക്കുന്നതോടുകൂടി ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ ആരാണ്, ഇതിന്റെ പ്രതി ആരാണ് എന്ന ചർച്ചകൾ അങ്ങേയറ്റം സജീവമാകുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ആ ചർച്ചയിലുടനീളം പോലീസും അതുപോലെ തന്നെ ഇവിടുത്തെ മാധ്യമങ്ങളും കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു ചിത്രം എന്നുള്ളത് ഒരു പ്രത്യേക സമുദായത്തിന്റെ, ഒരു പ്രത്യേക വിഭാഗത്തിന്റെ, ഒരു പ്രത്യേക മതത്തിന്റെ മോട്ടീവുള്ള ചില പ്രതികളെയാണ് അവർ ചിത്രം വരച്ചുകൊണ്ടിരുന്നത് എന്നതാണ് നമ്മൾക്ക് ആ സന്ദർഭത്തിൽ കാണാൻ സാധിച്ച ചിത്രം എന്നുള്ളത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത, ഈ ഭീകരാക്രമണം നിർവഹിച്ച, ആസൂത്രണം ചെയ്ത പ്രതിയെക്കുറിച്ച് വലിയ തരത്തിലുള്ള വലിയ ചർച്ചകൾ ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള ഭീകര ബന്ധങ്ങളെ കുറിച്ചൊക്കെയുള്ള ന്യൂസ് ലിങ്കുകൾ നമ്മളിൽ സജീവമായിരുന്നു, നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ വളരെ സജീവമായി കൊണ്ട് നിലനിന്നിരുന്ന ഒരു സന്ദർഭമായിരുന്നു. ഈ സന്ദർഭത്തിൽ പക്ഷേ പടച്ചവന്റെ അനുഗ്രഹത്താൽ ഒരു മനുഷ്യൻ കളമശ്ശേരി അവിടെ ഉണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വന്നുകൊണ്ട് ഞാനാണ് ആ തെറ്റു ചെയ്തതെന്ന്, ഞാനാണ് ആ ക്രൂര ഹത്യ ചെയ്തതെന്ന് അദ്ദേഹം സ്വയം സമ്മതിക്കുന്നു. ആ മനുഷ്യന്റെ പേര് ഡൊമിനിക് മാർട്ടിൻ എന്നാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ലൈവിൽ എന്തിനാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു ക്രൂര ഹത്യക്ക് നേതൃത്വം നൽകിയത് എന്ന് വളരെ വിശദമായി കൊണ്ട് അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്നുണ്ട്. ഈ യഹോവ സാക്ഷികളുമായി 16 വർഷത്തെ സഹയാത്രികനായിരുന്നു ഞാനെന്നും, തുടർന്ന് ഇവരുടെ ദേശവിരുദ്ധമായ നിലപാടുകൾക്കെതിരെയായിക്കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു ബോംബ് സ്ഫോടനം യഹോവ സാക്ഷികളുടെ ഈ പ്രാർത്ഥനാ സമ്മേളനത്തിൽ ഞാൻ നിർവഹിച്ചത് എന്നും ഈ മനുഷ്യൻ പ്രഖ്യാപിക്കുന്നു. അതിന് ന്യായീകരണം കണ്ടെത്തുന്നതായി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതോടുകൂടി ഈ മാറിയുന്ന മാർട്ടിനാണ് ഈ പറയുന്ന ഭീകരാക്രമണത്തിലെ പ്രതി എന്ന് മനസ്സിലാകുന്നതോടുകൂടി ആ വാർത്തയുടെ മുഴുവൻ വാർത്താമൂല്യവും നഷ്ടപ്പെടുന്നതായിക്കൊണ്ട് നമ്മൾക്ക് അതിന്റെ പിന്നീട് നടന്ന അതുമായി ബന്ധപ്പെട്ട ചർച്ചകളെ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒന്നാണ്. പ്രതി മാർട്ടിൻ ആയതുകൊണ്ട് പിന്നീട് സംഭവിക്കുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര ബന്ധമുള്ള ഒരു ഭീകരനിൽ നിന്ന് ഈ പറയുന്ന മാർട്ടിൻ ആയതുകൊണ്ട് മാത്രം അത് ഒരു മനോരോഗിയിലേക്ക് ഒതുങ്ങുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. പ്രതിയുടെ പേര് മാർട്ടിൻ ആയതുകൊണ്ട് മാത്രം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന ഭീകരാക്രമണം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ ഒന്നായിക്കൊണ്ട് നമ്മൾക്ക് എണ്ണാവുന്ന കളമശ്ശേരി ബോംബ് സ്ഫോടനം എന്നുള്ളത് ഒരു പടക്കം പൊട്ടിയ നിലവാരത്തിൽ, അല്ലെങ്കിൽ അത്രത്തോളം ലളിതവൽക്കരിക്കുന്ന രൂപത്തിലുള്ള ചർച്ചകളാണ് പിന്നീട് മാധ്യമങ്ങളിൽ നമ്മൾക്ക് കാണുവാൻ സാധിച്ചത്. മാത്രമല്ല അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതൊരു മുസ്ലിം പ്രതിയാണ്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അതിന് പിന്നിലുള്ളത് എന്ന രൂപത്തിലുള്ള ട്വീറ്റുകളും എന്ന രൂപത്തിലുള്ള എഴുത്തുകളുമൊക്കെ അവരുടെ സോഷ്യൽ മീഡിയകളിൽ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നവർ ഒരു നേരം മാർട്ടിനാണ് പ്രതി എന്ന് വന്നതോടുകൂടി നിശബ്ദമാകുന്ന കാഴ്ച നമ്മൾ ആ സമയത്ത് കണ്ടതാണ്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഇസ്ലാമോഫോബിയുടെ കട്ടിയും കനവും നമ്മൾ തിരിച്ചറിയണമെന്ന് സൂചിപ്പിക്കാനാണ്. ഇത് കേവലം യാദൃശ്ചികതയല്ല. അന്താരാഷ്ട്ര തലത്തിലും ഇതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങളെ നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ലാസ് വെഗാസിൽ വെച്ച് അവിടെ നടന്ന ഒരു സംഗീത നിശയിൽ വെച്ച് ഒരു മനുഷ്യൻ, 62കാരനായ മനുഷ്യൻ, അവിടെ ഉണ്ടായിരുന്ന ആ സംഗീത നിശ നടക്കുന്ന പ്രോഗ്രാം നടക്കുന്ന പരിപാടിക്ക് അടുത്തുണ്ടായിരുന്ന ഹോട്ടലിന്റെ 32ാം നിലയിൽ വെച്ച് അദ്ദേഹം ആ സംഗീത നിശയിലെ പങ്കെടുക്കുന്ന വ്യക്തികൾക്കു നേരെ വെടിവെക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് 22,000ഓളം ആളുകൾ
പങ്കെടുക്കുന്ന ഒരു സംഗീത നിശ പ്രോഗ്രാമിലേക്കാണ് അയാൾ വെടിവെക്കുന്നത്. 59 ആളുകളാണ് ആ പറയുന്ന വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് എന്നാണ് നമ്മൾക്ക് ഔദ്യോഗിക കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 59 മനുഷ്യരുടെ ജീവനെടുത്ത വളരെയധികം ഹീനമായ ക്രൂരമായ ഒരു ഹത്യ ചെയ്തതിനു ശേഷം ഈ മനുഷ്യനെ കണ്ടെത്തുന്നു. ഈ മനുഷ്യന്റെ പേര് എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ക്രിസ്ത്യൻ നാമമാണ്. ഈ മനുഷ്യനെ കണ്ടെത്തിയതിനു ശേഷം പിന്നീട് പോലീസിനോട് ചോദിക്കുകയാണ്, ഇതൊരു ഭീകരാക്രമണമാണോ എന്നാണ് പോലീസിനോട് പ്രസ് ഉയർത്തുന്ന ചോദ്യം. ഈ ചോദ്യത്തിന് മറുപടിയായിക്കൊണ്ട് അവിടെയുള്ള ലാസ് വെഗസിലെ ഔദ്യോഗിക പോലീസ് സംവിധാനവും മേധാവിയും പറയുന്ന ഉത്തരം അല്ല, നമ്മൾ ഇവിടെ വെടിവെപ്പ് നടത്തിയിട്ടുള്ളത് ഒരു തദ്ദേശവാസിയായ മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ബിലീഫ് സിസ്റ്റത്തെ കുറിച്ച് ഇതുവരെ നമ്മൾക്ക് അറിവായിട്ടില്ല. എന്നിട്ട് ഒരു വാക്ക് കൂടി അദ്ദേഹം ചേർക്കുന്നുണ്ട്, അദ്ദേഹം ഒരു ലോൺ വോൾഫ് ആണ് എന്നാണ് നമ്മൾക്കിപ്പോൾ മനസ്സിലായിട്ടുള്ളത് എന്നാണ്. തീർച്ചയായും നമ്മൾക്കറിയാം, പിറ്റേ ദിവസങ്ങളിൽ പത്രങ്ങളിൽ ഈ വാർത്ത വരുന്നു. 59 പേരുടെ ജീവനെടുത്ത ഈ ക്രൂരഹത്യയെ കുറിച്ചുള്ള വാർത്തകളിൽ ഈ മനുഷ്യനെ കുറിച്ച് കുറിക്കുന്ന വരികൾ എന്നുള്ളത് സംഗീത പ്രേമിയെന്നും നാടക പ്രേമിയെന്നും വളരെ കെയറിംഗ് ഉള്ള മനുഷ്യനാണെന്നും ഒക്കെയുള്ള വളരെ സുന്ദരമായ മയപ്പെടുത്തിയ ഈ വലിയ തിന്മയെ ലളിതവൽക്കരിക്കുന്ന ആ മനുഷ്യന്റെ ജീവിതത്തിലെ നന്മകളെ മാത്രം ചേർത്തു വെക്കുന്ന വാർത്തകളാണ് പിറ്റേ ദിവസം വാർത്താ മാധ്യമങ്ങൾ നൽകുന്നത് എന്ന് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. അവിടെ ഒരു മുസ്ലിം നാമമായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ, സ്റ്റീഫൻ പാഡക് എന്ന് പറയുന്ന ഈ 62കാരന്റെ പേരിനു പകരം ഒരു മുസ്ലിം നാമമായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ പിറ്റേ ദിവസം പത്രങ്ങളിൽ കടന്നു വരുന്ന വാർത്തകൾ എന്തായിരിക്കുമെന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും ഊഹിക്കാവുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമോഫോബിയ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കേവലം യാഥാർത്ഥ്യം മാത്രമല്ല, അത് നമ്മുടെ സമൂഹത്തെ അങ്ങേയറ്റം സമൂഹത്തിൽ സ്വാംശീകരിക്കപ്പെടുകയും അതിന്റെ ആഴത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു വേള വല്ലാത്ത ഭയാനകത, ആശങ്ക ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വിരുന്നു വരികയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് USSRന്റെ പതനം ഉണ്ടാകുന്നു. അതുവരെ സാമ്രാജ്യത്തിന്റെ എതിർപക്ഷത്തുണ്ടായിരുന്ന ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ പതനം ഉണ്ടാകുന്നതോടുകൂടി സാമ്രാജ്യത്തെ ശക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസ്ഥാനത്ത് അവർക്കൊരു ശത്രുവിനെ ആവശ്യമായി കൊണ്ടുവരുന്നു. അങ്ങനെയാണ് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും USSRന്റെ പതനത്തിനു ശേഷം തങ്ങളുടെ ശത്രുവായിക്കൊണ്ട്, ഒരു അപരനായിക്കൊണ്ട് സാമ്രാജ്യത്വം സൃഷ്ടിച്ചെടുക്കുന്നത്. തങ്ങൾ നിലകൊള്ളുന്ന മൂല്യങ്ങൾക്കെതിരായി നിലകൊള്ളുന്ന ഒരു വിഭാഗമായിക്കൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അവർ ചിത്രീകരിക്കുന്നു. ഈ പറയുന്ന സ്ത്രീ വിരുദ്ധരുടെയും ടെററിസത്തിന്റെയും ഭീകരവാദത്തിന്റെയും അതുപോലെ തന്നെ എന്തെല്ലാം ക്രൂരതകളുടെയും തിന്മകളുടെയും ക്രൂരതകളുടെയും ഒക്കെ സ്രോതസ്സായി ഖുർആനിനെയും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അവരുടെ രാഷ്ട്രങ്ങളെയും രാജ്യങ്ങളെയും ഒക്കെ ചിത്രീകരിക്കുന്ന, പൈശാചികവൽക്കരിക്കുന്ന പ്രൊപ്പഗണ്ടകൾ സാമ്രാജ്യത്വ ശക്തികൾ ലോകത്ത് ഇറക്കിവിടുന്ന കാഴ്ചയുണ്ടാകുന്നു. ഇതിന്റെ അലയൊലികളിലാണ് നമ്മുടെ നാട്ടിലും ഇസ്ലാമോഫോബിക് തരംഗങ്ങൾ ഉണ്ടാകുന്നത് എന്ന ബോധ്യം തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പറഞ്ഞ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിനു ശേഷം വാർ ഓൺ ടെറർ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്ലാമിലും മുസ്ലിങ്ങൾക്കും നേരെ പ്രഖ്യാപിച്ച ഈ ഭീകരവാദ യുദ്ധത്തിന് മാത്രമല്ല ഇസ്ലാമോഫോബിയെ നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കുക. അതിനു മുമ്പുള്ള കൊളോണിയലിസത്തിന്റെ ചരിത്രം പരിശോധിച്ചാലും അവിടെയുള്ള അടിവേരുകളിലും ഇസ്ലാമോഫോബിയയുടെ വേരുകളെ നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കേരളത്തിന്റെ പരിസരം പരിശോധിക്കുക. കേരളത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളരെ സൗഹാർദ്ദത്തിലും സഹവർത്തിത്വത്തിലും ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് ഇത്രയേറെ മുസ്ലിങ്ങളെ മുൻവിധിയോടുകൂടിയും ഭയത്തോടുകൂടിയും പേടിയോടുകൂടിയും നോക്കിക്കാണുന്ന ഒരു സാമൂഹ്യ സാഹചര്യം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? അത് കൊളോണിയലിസത്തിന്റെ വരവോടുകൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതാണ് ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത്. പോർച്ചുഗീസുകാരുടെ വരവുണ്ടാകുന്നു. നമ്മൾക്കറിയാം കേരളത്തിന്റെ മണ്ണിൽ എപ്പോഴാണ് ഇസ്ലാമിന്റെ വ്യാപനം ഉണ്ടായത്? ഇസ്ലാമിന്റെ വ്യാപനം ഉണ്ടാകുന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് തന്നെ വ്യാപാര ബന്ധമുണ്ടായിരുന്ന അറബികൾ ഇസ്ലാമിന്റെ ആവിർഭാവത്തിനു ശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാർ ഈ പറയുന്ന കേരളത്തിന്റെ തീരദേശങ്ങളിലേക്ക് ഇസ്ലാമിക പ്രബോധനവുമായി കൊണ്ട് അവർ കടന്നു വരുന്നു. ഇസ്ലാമിനെ ഇവിടെയുള്ള ജനത സ്വീകരിക്കുകയും അവർക്ക് മതസ്വാതന്ത്ര്യം അനുവദിക്കുകയും അവരുടെ മതമനുസരിച്ച് ജീവിക്കാനും അവരുടെ ആരാധനാലയങ്ങൾ കെട്ടിപ്പടുക്കുവാനും അവർ വ്യാപാരികളും ഇവിടെയുള്ള സാമൂഹ്യ ക്രമത്തിൽ പങ്കെടുക്കുന്ന ഉന്നതരുമായി മാറുന്ന സഹവർത്തിത്വത്തിന്റെ സഹോദര്യത്തിന്റെ മഹിതമായ കാഴ്ചയും അതുപോലെ തന്നെ പാരമ്പര്യവുമാണ് ഇവിടെയുള്ള ഹിന്ദു മുസ്ലിം സഹോദരങ്ങൾക്കുള്ളത്. അവിടേക്കാണ് പോർച്ചുഗീസുകാരുടെ വരവുണ്ടാകുന്നത്. ഈ കൊളോണിയൽ ശക്തിയുടെ കടന്നുവരവിലൂടെ ക്രൈസ്തവ മിഷനറി പ്രവർത്തനം ഇതിന്റെ ഭാഗമായിരുന്നു എന്നുള്ളത് തീർച്ചയായും കൊളോണിയലിസത്തെ അപഗ്രഥിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമാകുന്ന ഒരു
യാഥാർത്ഥ്യമാണ്. ഇവിടേക്ക് കടന്നു വരുന്ന പോർച്ചുഗീസുകാർ ചെയ്യുന്നത് ഇവിടെ അറബികളെ പോലെ കച്ചവടം ചെയ്യുകയോ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജീവിതം സാധ്യമാക്കുന്നതിനുള്ള വഴികൾ അന്വേഷിക്കുകയോ അല്ല. മറിച്ച് ഇവിടെയുള്ള ഭരണം തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. ആ ശ്രമങ്ങൾ മാത്രമല്ല അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്, ഇവിടെയുള്ള മുസ്ലിങ്ങൾക്കു നേരെ അങ്ങേയറ്റം മുൻവിധിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. മുസ്ലിം ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന മുസ്ലിം സ്ത്രീകളെയും കുട്ടികളെയും കൊന്നുകളെയും കടലിൽ തള്ളുകയും അങ്ങനെ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ തീവെക്കുകയും മുസ്ലിങ്ങളെ നിരന്തരം വേട്ടയാടുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ കൊളോണിയലിസത്തിന്റെ വരവോടുകൂടിയാണ് ഉണ്ടായത്. അങ്ങേയറ്റത്തെ വെറുപ്പോടുകൂടിയാണ് കൊളോണിയലിയ ശക്തികൾ ഇസ്ലാമിനെ നോക്കിക്കണ്ടത് എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. ഞാൻ സൂചിപ്പിക്കുന്നത് 9/11 കൂടി മാത്രമല്ല ലോകത്ത് ഇസ്ലാമോഫോബിയ പടരുന്നതും വ്യാപിക്കുന്നതും എന്ന് സൂചിപ്പിക്കാനാണ്. അതിനു മുമ്പ് തന്നെ അതിന്റെ വേരുകളെ നമ്മൾക്ക് കൊളോണിയലിസത്തിന്റെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ പുരുഷയുദ്ധത്തിന്റെ കുടിപ്പകകളിൽ തന്നെ നമ്മൾക്ക് ഇസ്ലാമോഫോബിയെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നീട് അങ്ങോട്ട് ക്രൈസ്തവ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ മൂലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരം അവഹേളിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഇസ്ലാമിനെ ഭീകരവൽക്കരിക്കുകയും പൈശാചികവൽക്കരിക്കുകയും ചെയ്ത് വളരെ അപകടകരമായി മാത്രം നോക്കിക്കാണേണ്ട ഒരു വിശ്വാസ സംഹിതയാണ് ഇസ്ലാം എന്ന രൂപത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാകുന്നു. അവിടെയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ, ആദ്യന്റെ തുടക്കക്കാർ, നവോത്ഥാന ശില്പികൾ എന്ന് പറയുന്ന നമ്മുടെ നേതാക്കൾ അവിടെ ഇതിനെതിരുള്ള പ്രചാരണങ്ങളും അതുപോലെ തന്നെ എന്താണ് ഇസ്ലാം എന്നും സൗന്ദര്യമെന്നും കാണിച്ചു കൊടുക്കാൻ പുറപ്പെടുന്നത് നമ്മൾ കാണുന്നത്. പിന്നീട് അങ്ങോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ പിന്നീട് ബ്രിട്ടീഷുകാരുടെ വരവുണ്ടാകുന്നു. ബ്രിട്ടീഷുകാരും ഇതേ പാത പിന്തുടർന്ന് മുസ്ലിങ്ങളെ ശത്രുക്കളെ പോലെ മുസ്ലിങ്ങളോട് പെരുമാറുകയും മുസ്ലിം നിയമങ്ങളെയും മുസ്ലിം അവകാശങ്ങളെയും മുസ്ലിങ്ങളുടേതായ എല്ലാ ചിഹ്നങ്ങളെയും അതിനെ തുടച്ചു മായ്ച്ചു കളയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. മാത്രമല്ല ഒരു ഇന്ത്യയിലെ ഹിന്ദുവിനും മുസൽമാനും ഇടയിൽ ഒരിക്കലും മായാത്ത മുറിവുണ്ടാക്കുന്ന രൂപത്തിൽ വർഗീകരണത്തിന് ഒരിക്കലും ശമനമുണ്ടാകാത്ത രൂപത്തിലുള്ള ചരിത്രത്തിന്റെ വർഗീകരണവും ഈ പറയുന്ന കൊളോണിയൽ സൃഷ്ടിയാണ് എന്ന ബോധ്യം തീർച്ചയായും നമ്മൾക്കുണ്ടാകേണ്ടതുണ്ട്. മുസ്ലിം രാജാക്കന്മാരും അതുപോലെ തന്നെ മുസ്ലിം സുൽത്താൻമാരും അങ്ങേയറ്റം ക്രൂരതയുടെ പര്യായങ്ങളായിക്കൊണ്ട് ആഖ്യാനം എഴുതുന്ന ചരിത്ര സൃഷ്ടിയെ ഉപജീവിച്ചുകൊണ്ട് പിന്നീട് കടന്നു വന്ന ഫാസിസ്റ്റുകളും അതുപോലെ തന്നെ മതേതര പക്ഷത്ത് നിലകൊള്ളുന്നു എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന പല ആളുകളും അത്തരത്തിലുള്ള ഇസ്ലാമോഫോബിയെ ഊട്ടിയുറപ്പിക്കുന്ന വ്യാഖ്യാനങ്ങൾ സമൂഹത്തിൽ നിരന്തരമായി കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു. മാധവൻ നായരുടെ മലബാർ കലാപത്തെക്കുറിച്ചുള്ള ആഖ്യാനങ്ങൾ നമ്മൾ അവിടെയാണ് വായിക്കുന്നത്. മാത്രമല്ല അതിനെ തുടർന്നുണ്ടാകുന്ന കുമാരനാശാനെ പോലുള്ള, പിന്നീട് അദ്ദേഹം തിരുത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം രൂപപ്പെടുത്തിയ അങ്ങേയറ്റം ഇസ്ലാമിനെ കുറിച്ചുള്ള മുൻവിധി, മുസ്ലിം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന താടിയും തൊപ്പിയും വെച്ച് ഒരു ഹിന്ദു സ്ത്രീയുടെ ഹൈന്ദവ സ്ത്രീയുടെ അഭിമാനത്തെ പിച്ചു ചീന്തുന്ന രാക്ഷസീയ മുഖം നൽകുന്ന രൂപത്തിലുള്ള വർണ്ണനകളൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളവരാണ്. പിന്നീട് അങ്ങോട്ട് മലയാള സാഹിത്യത്തെയും മലയാള മണ്ണിനെയും നമ്മൾ പരിശോധിച്ചാൽ നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് ഈ മുസ്ലിം വെറുപ്പിന്റെ ഉൽപാദനം കൊണ്ട് സമ്പന്നമായ ഒരു മലയാളം സാഹിത്യത്തെയാണ് നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അവിടെയാണ് ബഷീറിനെ പോലുള്ള എഴുത്തുകാർ പറഞ്ഞത്, എന്റെ സ്നേഹിതന്മാരുടെ വരാന്തയിൽ വെച്ചാണ് ഈ പുസ്തക വിൽപ്പനക്കാർ പുസ്തക വിൽപ്പന നടത്തുക. ഞാൻ ആ വരാന്തയുടെ അരികിലെത്തും, എന്നിട്ട് അവരിൽ നിന്ന് പുസ്തകങ്ങൾ വാങ്ങും, എന്നിട്ട് രാത്രി വരെ അവരിൽ നിന്ന് പുസ്തകങ്ങൾ അവരെനിക്ക് വായിക്കാൻ തരും. ഞാൻ ആ പുസ്തകങ്ങളൊക്കെ വായിച്ചു. ആ വായിച്ച പുസ്തകങ്ങളിലൊക്കെ എന്റെ സമുദായം വഞ്ചകന്മാരും പെണ്ണുപിടിയന്മാരും അതുപോലെ തന്നെ കൊലപാതകികളുമാണ് എന്റെ സമുദായം. പക്ഷെ എനിക്കറിയുന്ന എന്റെ അമ്മാവനും എന്റെ ഉപ്പയും എന്റെ സമുദായത്തിലെ ആളുകളും അങ്ങനെയല്ല, അങ്ങനെയാണ് ഞാൻ എഴുതാൻ ആരംഭിച്ചത് എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ കേരളത്തിൽ നിലനിന്നിരുന്ന ഇസ്ലാമോഫോബിക്കായ ഒരു അന്തരീക്ഷത്തെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണെന്ന് തോന്നിക്കുന്ന ജനവിഭാഗത്തെ, അവരുടെ ചിഹ്നങ്ങളെ, അവരുടെ രാഷ്ട്രീയ ഇടപെടലുകളെ, അവരുടെ സംസ്കാരത്തെ, അവരുടെ സാംസ്കാരിക ചിഹ്നങ്ങളെ, അവരുടെ വസ്ത്രത്തെ, ഭക്ഷണത്തെ, ഇവയെല്ലാം വംശീയ ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതിയാണ് ഇസ്ലാമോഫോബിയ എന്ന് ഏറ്റവും ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും അതിന്റെ കാര്യത്തിൽ, അതിനെ പ്രയോഗവൽക്കരിക്കുന്ന കാര്യത്തിൽ ആഗോളതലത്തിൽ നിലകൊള്ളുന്ന ഇസ്ലാമോഫോബിക് തരംഗത്തെ ഇവിടെയുള്ള ഫാസിസ്റ്റുകൾ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. നമ്മൾക്കറിയാം, ഇവിടെയുള്ള ഫാസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഉന്മൂലനം എന്നുള്ളത് അവരുടെ അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്രമാണ്, മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമോഫോബിയ എന്നുള്ളത് ഇവിടെയുള്ള സംഘപരിവാർ ശക്തികളെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യമാണ്. അതേസമയം ഇസ്ലാമോഫോബിയ ലക്ഷ്യമല്ലാത്ത മാർഗമായി മാറുന്ന കുറെ വിഭാഗങ്ങൾ നമ്മൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. രണ്ടായിരുന്നാലും, ഇസ്ലാമോഫോബിയ ലക്ഷ്യമായിരുന്നാലും മാർഗമായിരുന്നാലും
അതിന്റെ ആത്യന്തിക പരിണിതി എന്നുള്ളത് മുസ്ലിം സമുദായത്തെ ഉന്മൂലനം ചെയ്യുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. എത്രയോ സംഭവങ്ങൾ ഉദ്ധരിക്കാനാകും നമ്മളെ കേരളത്തിൽ. ഞാൻ കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. 2023 മാത്രം നടന്ന ഇസ്ലാമോഫോബിക് സംഭവങ്ങളെ നമ്മളൊരു പട്ടിക നിരത്തിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എങ്ങനെയാണ് ഒരു മുസൽമാനുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പോലും എങ്ങനെയാണ് ഒരു ഇസ്ലാമോഫോബിക് സ്പിൻ നൽകി മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്നതിനും മുസ്ലിങ്ങളെ പൈശാചികവൽക്കരിക്കുന്നതിനും ഉപയോഗപ്പെടുത്തപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ്. ചില കണക്കുകൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. 2021 മാത്രം വസ്ത്രത്തിന്റെ പേരിൽ, ഭക്ഷണത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾ എത്ര തരത്തിലുള്ള ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള പ്രസ്താവനകളിലൂടെ, അത്തരത്തിലുള്ള പരാമർശങ്ങളിലൂടെ ഈ സമുദായം കടന്നു പോകേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 2023 ജനുവരി കോഴിക്കോട് നടന്ന ഒരു സ്കൂൾ കലോത്സവം. ഈ സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗതഗാനത്തിൽ ഒരു ദൃശ്യാവിഷ്കാരം ഉണ്ടാകുന്നു. ആ ദൃശ്യാവിഷ്കാരത്തിൽ ഒരു കുട്ടി കഫിയ ധരിച്ച് കടന്നു വരുന്നു. മുസ്ലിങ്ങൾ അവരുടേതായി മനസ്സിലാക്കുന്ന വസ്ത്രത്തിന്റെ ഒരു പ്രതിദാനം. അതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയുണ്ടാകുന്നു. തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ ചാപ്പ കുത്തി ആ വസ്ത്രത്തെ അതിലേക്ക് വരവ് വെച്ചുകൊണ്ട് ഇസ്ലാമോഫോബിക്കായ പ്രസ്താവനകൾ കൊണ്ട് ആ ഒരു ദൃശ്യാവിഷ്കാരം പോലും മാറുന്ന സാഹചര്യമാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായത്. തുടർന്ന് ഹലാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. മുസ്ലിങ്ങൾ തുപ്പിയ ഭക്ഷണമാണ് ഹലാൽ ഭക്ഷണമായി കൊണ്ട് ഹോട്ടലുകളിൽ നൽകുന്നത് എന്ന് വാദിക്കുന്നവരും എന്ന് പ്രസ്താവിക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ടായി. വലിയ പ്രചാരം അതിന് ലഭിച്ചു. ഒരു മന്ത്രി കടന്ന് അവസാനം അദ്ദേഹം പറയുക തന്നെ ചെയ്തു. അദ്ദേഹം പറയുകയാണ്, മുസ്ലിങ്ങൾ അവരുടെ ഹോട്ടലുകളിൽ കുട്ടികൾക്ക് വന്ധ്യത ഉണ്ടാക്കുന്നതിനുള്ള മരുന്നുകൂടി അതിൽ കലർത്തുന്നുണ്ട് എന്ന് പറയാൻ ധാർഷ്ട്യനായി എന്നുള്ളത് മതേതര കേരളത്തിലാണ് സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഥവാ ഫാസിസ്റ്റ് പ്രതിരോധം കൊണ്ട് സമ്പന്നമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കേരളം പോലും എത്രമാത്രം ഇസ്ലാമോഫോബിയെ സ്വാംശീകരിച്ചിട്ടുണ്ട് എന്നൊരു തിരിച്ചറിവാണ് ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മൾക്ക് നൽകുന്നത്. ഹലാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ മുസ്ലിം കടകൾ അതിക്രമിച്ചു കയറുകയും അവരെ ബഹിഷ്കരിക്കാൻ ആഹ്വാനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യന്റെ ആത്യന്തികമായ തെരഞ്ഞെടുപ്പാണ്. ഏത് വസ്ത്രം ധരിക്കണം, ഏത് ഭക്ഷണം കഴിക്കണം. ഒരു സമുദായത്തിന്റെ ആ തെരഞ്ഞെടുപ്പിനെ പോലും വളരെ ഭീതിയോടുകൂടി, മുൻവിധിയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കാൻ ഇവിടുത്തെ ഫാസിസ്റ്റുകൾക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫാസിസ്റ്റുകൾക്ക് സാധിച്ചു എന്നത് നമ്മളൊരു അത്ഭുതമായി പറയുന്ന കാര്യമല്ല. പക്ഷേ മതേതര പക്ഷത്ത് നിലകൊള്ളുന്നു എന്ന് പറയുന്ന മനുഷ്യർ പോലും അതിന്റെ ഭാഗമായി തെറ്റിദ്ധരിപ്പിക്കലിലൂടെ അതിന്റെ ഭാഗമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷത്തിന് തീർച്ചയായും കേരളം സാക്ഷിയായതാണ്. മാത്രമല്ല കലോത്സവത്തിൽ തന്നെ ഞാൻ സൂചിപ്പിക്കുന്നത് ചില സംഭവങ്ങൾ മാത്രമാണ്. കലോത്സവത്തിൽ തന്നെ നോൺ വെജ് വിളമ്പടം ഒരു മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരും ഉന്നയിച്ചൊരു ആവശ്യമല്ല. നോൺ വെജ് വിളമ്പടം എന്നുള്ളത് എപ്പോഴും പച്ചക്കറി, സസ്യാഹാരം മാത്രമാണ് ഈ സ്കൂൾ കലോത്സവങ്ങളിൽ വിളമ്പുന്നത്. ഈ വിളമ്പുന്ന ആഹാരത്തിനു പകരം അവിടെ നോൺ വെജ് വിളമ്പടം എന്നുള്ളത് ഇതൊരു തരത്തിൽ ജാതീയതയാണെന്ന ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നു. പല മാധ്യമ പ്രവർത്തകരും അവിടെ നോൺ വെജ് വിളമ്പടം എന്ന് പ്രഖ്യാപിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇനി അടുത്ത തവണ ബിരിയാണി വിളമ്പും എന്നുകൂടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് ഇടുന്നു. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? അതിനെ തുടർന്ന് മുസ്ലിം സമുദായമാണ് പ്രതിരോധത്തിലാകുന്നത്. ഇവിടെ നോൺ വെജ് കഴിക്കുന്നവർ മുസ്ലിങ്ങൾ മാത്രമല്ല, അവിടെ ദളിതരുണ്ട്, അതുപോലെ തന്നെ മറ്റു പല മതസ്ഥരുമുണ്ട്. മുസ്ലിങ്ങൾ ഹലാൽ ഫുഡ് കലോത്സവത്തിലേക്ക് കടത്തിക്കൂട്ടാൻ ശ്രമിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങൾ അതിനെ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചാരണങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് ഏത് പ്രശ്നവും അവസാനം അതിനെ ഒരു ഇസ്ലാമോഫോബിക് സ്പിന്ന് നൽകിക്കൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ ഒരു വെറുപ്പുൽപാദനത്തിനുള്ള ഒരു വഴിയായി മാറുന്ന സ്ഥിതിവിശേഷം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ്. തട്ടവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ് അവരുടെ വസ്ത്രം എന്നുള്ളത്. ഒരു മുസ്ലിം സ്ത്രീ തന്റെ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അത് ഇസ്ലാമോഫോബിയക്കുള്ള ഒരു ഉപകരണമായി മാറുന്ന ഹിജാബ് നിരോധനത്തിന്റെ, അതുപോലെ തന്നെ തട്ടം ധരിച്ചതിന്റെ പേരിലുള്ള വിവേചനങ്ങളുടെ എത്രയോ വാർത്തകളിലൂടെ കഴിഞ്ഞ വർഷം മാത്രം നമ്മൾ കടന്നുപോയതാണ് എന്നാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്. അതുമാത്രമല്ല, മലപ്പുറം എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ, മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങൾ, അങ്ങനെയുള്ള പ്രദേശങ്ങൾക്കു നേരെ നിരന്തരമായി കൊണ്ടുള്ള വെറുപ്പുൽപാദനം ഈ സമൂഹത്തിൽ പലതരത്തിലുള്ള മുൻവിധികളോടുകൂടി നടന്നു എന്നുള്ളത് വളരെ ഒട്ടും ആശ്വാസകരമല്ലാതെ വേദനാജനകമായി തന്നെ, ആശങ്കയോടുകൂടി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇതുമാത്രമല്ല, വേറെയും ഒരുപാട് നിരന്തരമായ പ്രശ്നങ്ങൾ. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് MBBS പഠിക്കുന്ന കുറച്ച് കുട്ടികൾ ചേർന്ന് 7 കുട്ടികൾ ചേർന്ന് പ്രിൻസിപ്പളിന് ഒരു കത്ത് കൈമാറുന്നു. ഞങ്ങളുടെ ശരീരഭാഗം മുഴുവൻ മറക്കുന്ന സർജിക്കൽ ഹുഡ് ധരിക്കാൻ ഞങ്ങൾ അനുവദിക്കണം. ഈ അനുവാദത്തിനു വേണ്ടി
ഇവർ നൽകിയ കത്ത് പ്രിൻസിപ്പൽ പറയുന്നു ചർച്ച ചെയ്തത് പരിഗണിക്കാമെന്ന് പറയുന്നു. പക്ഷെ ആരൊക്കെയോ ആ കത്ത് ചോർത്തപ്പെടുകയും തൊഴിൽ സൗകര്യത്തിനു വേണ്ടി അവർ നൽകിയ ഒരു കത്ത് ഈ ഹലാൽ വസ്ത്രത്തെ, ഹിജാബിനെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് കുത്തിക്കയറ്റുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുസൽമാന്റെ തൊഴിൽ നിഷേധത്തിനും വസ്ത്രത്തിന്റെ തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യത്തിനും മേലും അവർ കടന്നു കയറുന്ന കാഴ്ചകളാണ് നമ്മൾക്ക് കണ്ടത്. എന്തും ഒരു ഇസ്ലാമോ ഫോബിക്കായ ഒരു വ്യാഖ്യാനമായിക്കൊണ്ട് ആഖ്യാനത്തിലേക്ക് കടന്നു പോകുന്ന സാഹചര്യത്തിലൂടെയാണ് മുസ്ലിം സമുദായം കടന്നു പോകുന്നത്. ഇവിടെയാണ് ഇതിന്റെ പ്രതിരോധങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. ജെനിസൈഡ് വാച്ച് എന്ന് പറയുന്ന ഈ വംശഹത്യകളെ കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം അവർ പറയുന്നത് ഇന്ത്യയിൽ മുസൽമാൻ എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വംശഹത്യയുടെ വക്കീലാണ് എന്ന് അവർ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നത് 10 കാര്യങ്ങളാണ്, 10 ഘട്ടങ്ങളാണ് ഒരു വംശഹത്യക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുന്നത്. ആ 10-8 ഇന്ത്യയിൽ സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ പഠനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ പ്രസ്താവനകൾ ഉണ്ടാകുന്നത്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് എത്രമാത്രം ഇസ്ലാമോഫോബിയ നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഒരു മുസൽമാനുമായി ബന്ധപ്പെട്ട ഭക്ഷണം, വസ്ത്രം, അങ്ങനെ അവന്റെ എന്തെല്ലാം തിരഞ്ഞെടുപ്പുകളുണ്ടോ അതിനെല്ലാം അദൃശ്യവൽക്കരിക്കുകയും പൈശാചികവൽക്കരിക്കുകയും ഒരു മുസ്ലിം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഉപകരണങ്ങളായിക്കൊണ്ട് അതിനെയെല്ലാം മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ സമൂഹത്തിൽ സംജാതമായിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ ദൗത്യം എന്ത് എന്ന് നമ്മൾ ചോദിക്കുന്നത്. അവിടെയാണ് പ്രതിരോധത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അസമിലുണ്ടായിരുന്ന കുടിയേറ്റക്കാരെ കൈകാര്യം ചെയ്യുന്ന പോലീസ് വളരെ സമാധാനത്തോടു കൂടി സമരം ചെയ്യുന്ന അവർക്ക് നേരെ പോലീസ് വെടിയുതിർക്കുന്നു. വെടിയുതിർച്ചതിനു ശേഷം ആ മനുഷ്യരുടെ ശരീരത്തിൽ ഒരു ഫോട്ടോഗ്രാഫർ ചാടിക്കയറി ആനന്ദ നൃത്തം ചവിട്ടുന്നത് ലൈവായിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ട്. അത് കാണുന്ന ഒരു മുസൽമാന്റെ മനസ്സിലുണ്ടാകുന്ന ഭയാശങ്കകളുണ്ട്. പശു ഇറച്ചി കാത്തു സൂക്ഷിച്ചു എന്ന പേരിൽ, ഒരു ഭക്ഷണം കഴിച്ചു എന്നതിന്റെ പേരിൽ അടിച്ചു കൊല്ലപ്പെടുന്ന ആൾക്കൂട്ട കൊലപാതകത്തിനിരയാകുന്ന അവസാനം നമ്മൾ കണ്ട വീഡിയോ നമ്മൾക്കിപ്പോൾ നെട്ടി ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള നെട്ടൽ പോലും ഇല്ലാതായിരിക്കുന്നു. ഒരു വൃദ്ധനായ മനുഷ്യൻ തന്റെ മകളെ കാണാൻ വേണ്ടി ഒരു ട്രെയിനിലൂടെ യാത്ര ചെയ്യുന്നു. ആ ട്രെയിനിൽ വെച്ച് അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുത്വവാദികൾ, അവിടെ ഉണ്ടായിരുന്ന ഈ പറയുന്ന ഈ ഫാഷിസത്തിന്റെ വക്താക്കൾ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുന്നു, അദ്ദേഹത്തെ താടിച്ചു പിടിക്കു വലിക്കുന്നു, അദ്ദേഹത്തെ അടിക്കുന്നു. ആ ക്രൂരമായ കാഴ്ചകൾ കാണുന്ന ഒരു ഇന്ത്യൻ മുസൽമാന്റെ മനസ്സിലുണ്ടാകുന്ന ഭയാശങ്കകളുണ്ട്, തീർച്ചയായും പ്രതീക്ഷയില്ലായ്മയുണ്ട്. അവിടെ തന്നെ ഹിജാബിന്റെ പേരിൽ വിവേചനം നേരിടുന്ന കുട്ടികൾ, അത് കുട്ടിയിലുണ്ടാക്കുന്ന ട്രോമകളെ കുറിച്ച് എത്രയോ പഠനങ്ങൾ നമ്മൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ വസ്ത്രവും നിങ്ങളുടെ ഭക്ഷണവും നിങ്ങൾ തന്നെ പ്രശ്നമാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഈ സമൂഹത്തിൽ നിലകൊള്ളുന്നു. അവിടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമോഫോബിയെ എങ്ങനെ ചെറുക്കും, ഈ വിഷയത്തിന്റെ ഗൗരവം ചോരാതെ നമ്മൾ ആലോചിക്കേണ്ടത്. ആലോചനയിൽ നമ്മൾ കണ്ടെത്തുന്ന ഉത്തരം എന്നുള്ളത് കൗണ്ടർ നെറേറ്റീവുകൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ഇസ്ലാമോഫോബിയെ നിരന്തരം ചോദ്യം ചെയ്യാൻ, അത് സംസാരിക്കുന്ന ഏത് പക്ഷത്തായിരുന്നാലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമോഫോബിയെ ലക്ഷ്യമായി കാണുന്നവരായിരുന്നാലും, അടവ് നയത്തിന്റെ ഭാഗമായി മാർഗമായി കൊണ്ട് കാണുന്നവരായിരുന്നാലും, അവരിലെ ഇസ്ലാമോഫോബിയെ നിരന്തരം ചോദ്യം ചെയ്യാനുള്ള ധൈര്യം നമ്മൾ കാണിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അതിനെ തുറന്നു കാണിച്ച് മതേതര പക്ഷത്തിന്റെ ഒരു ശക്തിയെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് രാഷ്ട്രീയപരമായി കൊണ്ട് തന്നെ സാധിക്കേണ്ടതുണ്ട് എന്ന് അതിനോട് ആദ്യമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും ഇതിന്റെ പരിഹാരങ്ങളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇതിന്റെ പരിഹാരം മുസ്ലിങ്ങളിലാണോ? തീർച്ചയായും അല്ല എന്നുള്ളതാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മൾക്ക് നിർവഹിക്കാനുള്ള ഒരു ദൗത്യമുണ്ട്. മുസ്ലിങ്ങളിലാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം സ്ത്രീ വിരുദ്ധതയുടെ കാരണം സ്ത്രീകളാണ് എന്ന് പറയുന്നത് അസംബന്ധമാണ്. തൊഴിലാളി വിരുദ്ധതയുടെ കാരണം തൊഴിലാളികളാണ് എന്ന് പറയുന്നത് അസംബന്ധമാണ്. ചില വിഡ്ഢികൾ പറയാറുണ്ട്, ഫാഷിസ്റ്റ് ശക്തികൾ പലപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കാറുള്ള ആഖ്യാനം എന്നുള്ളത് മതമൗലികവാദമാണ് ഇസ്ലാമോഫോബിയക്ക് കാരണമെന്ന് പറയുന്നവരുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ ഖുർആനിനെയും സുന്നത്ത്, മതമൗലികവാദം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഖുർആനിനെയും സുന്നത്തിലെയും ജീവിതത്തിലേക്ക് പകർത്തി മുന്നോട്ട് പോകുന്നവരെയാണെങ്കിൽ, ഇതിനേക്കാൾ മനോഹരമായി കൊണ്ട് ഖുർആനിനെയും സുന്നത്തിനെയും ജീവിതത്തിലേക്ക് പകർത്തി ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളാവുകയും ഈ പറഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മുന്നിൽ നയിക്കുകയും ചെയ്ത പാരമ്പര്യമുള്ള മുസ്ലിങ്ങളെ കുറിച്ച് അത്തരം ഒരു വാദം അസംബന്ധമാണ്, ചരിത്ര നിഷേധമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അവിടെയാണ് നമ്മുടെ പരിഹാരത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. പലപ്പോഴും ഇസ്ലാമോഫോബിക് നെറേഷനുകളെ എതിർക്കുന്ന നെറേഷനുകൾ പോലും എത്രമാത്രം ഇസ്ലാമോഫോബിക് ആണെന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരുന്നു. ഈ അടുത്ത് അൻവർ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്യപ്പെടുകയാണ്. അമൽ നീരദ് എന്ന് പറയുന്ന ഇസ്ലാമോഫോബിയ അതിതീവ്രമായി, പ്രത്യേകിച്ച് തീവ്രവാദം മുസ്ലിങ്ങളുടെ പേരിൽ നിലകൊള്ളുന്ന സമയത്ത് പുറത്തിറക്കിയ ഒരു സിനിമ. ആ സിനിമ വല്ലാതെ ആഘോഷിക്കപ്പെട്ടിരുന്നു. ഇസ്ലാമോഫോബിക് വിരുദ്ധമായ ആഖ്യാനങ്ങൾ കൊണ്ട് സമ്പന്നമായ ആഘോഷിക്കേണ്ട സിനിമ എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ ആ സിനിമകളിൽ പോലും, ആ സിനിമയിൽ നായകനോട് ഒരാൾ ചോദിക്കുകയാണ്, തീർച്ചയായും എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണോ?
നായകൻ അതിന് മറുപടി പറയുന്നല്ല, എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളായി എന്റെ അറിവിൽ ഇല്ല എന്നാണ് നായകൻ പറയുന്ന മറുപടി. ഇത് വളരെ മാസ് ഡയലോഗുകളായി ഇസ്ലാമോഫോബിക് ആഖ്യാനങ്ങൾക്കെതിരെയുള്ള വലിയ വലിയ വാചകമായി കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാറുണ്ട്. പക്ഷെ ആ വാചകം പോലും ഉള്ളടങ്ങുന്ന, ആ വാചകത്തിൽ പോലും ലോഡ് ചെയ്തിട്ടുള്ള ഇസ്ലാം വിരുദ്ധതയെ തിരിച്ചറിയാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും ഈ അന്തരീക്ഷം നമ്മളെ ഭയപ്പെടുത്തേണ്ടതില്ല, ഈ അന്തരീക്ഷം നമ്മൾക്ക് പ്രതീക്ഷകളെ ഇല്ലാതാക്കേണ്ടതില്ല. ഇതിനേക്കാൾ വലിയ വലിയ ഭീതിതമായ സാഹചര്യങ്ങളിലൂടെ മുസ്ലിം സമുദായം ലോക ചരിത്രത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതിനെയെല്ലാം ഈമാനോടുകൂടി, സഹനശക്തിയോടുകൂടി, ക്ഷമയോടുകൂടി നേരിടാനുള്ള കരുത്ത് അവർ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ആർജിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾക്കുള്ള മഹത്തായ ഒരു ദൗത്യത്തെ കുറിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അത് ഈ ഇസ്ലാമിനെ കുറിച്ച് വെറുപ്പിന്റെ വാഹകരായും അവർ വഹിക്കുന്ന ഗ്രന്ഥം എന്നുള്ളത് മുഴുവൻ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും സ്ത്രീ വിരുദ്ധതയുടെയും എല്ലാ തരത്തിലുള്ള തിന്മകളുടെയും ഉറവിടവും സ്രോതസ്സുമായി കൊണ്ട് പ്രഖ്യാപിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഖുർആനിന്റെ സൗന്ദര്യത്തെ പ്രവാചകന്റെ ജീവിതത്തിന്റെ സൗന്ദര്യത്തെ സമൂഹത്തിലേക്ക് നൽകാൻ, സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കാനുള്ള കരുത്ത്, പ്രസരിപ്പിക്കാനുള്ള ദഅ്വ സംരംഭങ്ങളിൽ നമ്മൾ തീർച്ചയായും മുന്നോട്ട് കടന്നു വരേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇവിടെയാണ് ഇസ്ലാമോഫോബിയ അങ്ങേയറ്റം ബാധിച്ചിരുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഡച്ച് പാർലമെന്റിൽ ഉണ്ടായിരുന്ന അവിടെ MP ആയിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് ജൊറാം എന്ന് പറയുന്ന അദ്ദേഹം അവിടെ MP ആയിരുന്നു നെതർലാൻഡിൽ. അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ ഇന്നും യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ കാണാം. ഈ പറയുന്ന യൊറാം എന്ന വ്യക്തി അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ തീർച്ചയായും നെതർലൻഡിന് തീർച്ചയായും ഏറ്റവും അപകടകരമായ ഒരു വിശ്വാസ സംഹിത എന്നുള്ളത് ഇസ്ലാമാണ്. അത് ബാൻ ചെയ്യപ്പെടണം. അങ്ങേയറ്റത്തെ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള പ്രസ്താവനകൾ നിരന്തരം ഛർദ്ദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന യൊറാം എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ അദ്ദേഹം പിന്നീട് ഈ ഖുർആൻ എന്ന് പറയുന്നത് വലിയ പോയിസൺ ആണ്, വലിയ വിഷമാണ്. ഈ വിഷത്തെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട്. അത് തന്റെ ജീവിതത്തിന്റെ ദൗത്യമായി കൊണ്ട് മനസ്സിലാക്കിയിരുന്ന ഒരു വ്യക്തി. ആ വ്യക്തി 2017 പാർലമെന്റിലെ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ദൗത്യമായി മനസ്സിലാക്കുന്നത് ഈ സമൂഹത്തെ ഏറ്റവും അപകടകരമായി ബാധിക്കാൻ പോകുന്ന മുൻവിധികളോടുകൂടി മാത്രം ഇസ്ലാമിനെ കണ്ടിട്ടുള്ള അദ്ദേഹം ഈ സമൂഹത്തെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ എന്നുള്ളത് ഈ പറയുന്ന ഖുർആനിനെ കുറിച്ച് പഠിച്ച് അത് എത്രത്തോളം അപകടകരമാണ് എന്നീ സമൂഹത്തെ ബോധ്യപ്പെടുത്തലാണ്. അങ്ങനെ ഖുർആൻ വായിക്കാൻ ഈ പറയുന്ന വ്യക്തി തയ്യാറാകുന്നു. അദ്ദേഹം തയ്യാറാവുകയും അദ്ദേഹത്തിന്റെ ഇസ്ലാമോഫോബിയെ കൊണ്ട് ഇരുട്ടുപിടിച്ച മനസ്സ് ഖുർആനിന്റെ വായനയിലൂടെ പുതിയ ജനാലകളും വാതിലുകളും അദ്ദേഹത്തിന് തുറന്നിടുന്നു. ആ ജനാലകളും വാതിലൂടെയും അദ്ദേഹം ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ നുകരുന്നതിനു ശേഷം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ കുറിച്ചുണ്ടായിരുന്ന മുൻവിധികൾ അദ്ദേഹത്തിന് മാറ്റപ്പെടുന്ന ഒരവസ്ഥ സംജാതമാകുന്നു. അങ്ങനെ അദ്ദേഹം പിന്നീട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മുസ്ലിമായി കൊണ്ട് അദ്ദേഹം മാറുക മാത്രമല്ല ചെയ്തത്. ഈ പറയുന്ന വ്യക്തി ഇസ്ലാമിന്റെ മുന്നണി പോരാളിയായിക്കൊണ്ട് ഇന്ന് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾക്ക് ഇന്ന് അദ്ദേഹത്തിന്റെ സംസാരങ്ങളും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും പരിശോധിക്കുമ്പോൾ കണ്ടെത്താൻ സാധിക്കുന്നത്. തീർച്ചയായും നമ്മൾക്ക് ഇവിടെ നിർവഹിക്കാനുള്ള ദൗത്യത്തെ കുറിച്ചാണ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ മനുഷ്യരോടും മുഴുവൻ വിശ്വാസികളോടും ഓർമ്മപ്പെടുത്താനുള്ളത്. അത് ഇസ്ലാമിനെ കുറിച്ച് ഇത്തരത്തിലുള്ള ഭീകരമായി കൊണ്ടുള്ള ചിത്രങ്ങൾ മെനഞ്ഞെടുക്കുമ്പോൾ, ഇസ്ലാമിനെ കുറിച്ച് ഇത്തരത്തിലുള്ള വെറുപ്പിന്റെ ഉൽപാദനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള, ഖുർആൻ എങ്ങനെയാണ് മാനവികമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ദൗത്യം നമ്മുടെ മേലുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ആ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നേറുമ്പോൾ നിഷ്കളങ്കത കൊണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം അജ്ഞത കൊണ്ട് ഈ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോയ ഒരുപാട് മനുഷ്യർക്ക് വെളിച്ചമേകാൻ, ഇസ്ലാം ഭീതിയുടെ ഇരുട്ടിനകറ്റാൻ നമ്മൾക്ക് സാധിക്കുമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അത് സാധിച്ചിട്ടുണ്ട്, ചരിത്രത്തിലുടനീളം സാധിച്ചിട്ടുണ്ട്. യമാമയിലെ ഭരണാധികാരിയായിരുന്ന തുമാമത്ത് ബിൻ ഉസാലിന്റെ ചരിത്രം നമ്മൾ വായിക്കാറുണ്ട്. അദ്ദേഹം നടത്തുന്ന പ്രസ്താവന എന്താണ്? നബിയെ, താങ്കളുടെ മുഖത്തേക്കാൾ എനിക്ക് വെറുപ്പുണ്ടായിരുന്ന ഒരു മുഖം എനിക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് താങ്കളുടെ മുഖത്തേക്കാൾ എനിക്കിഷ്ടമുള്ള ഭൂമുഖത്ത് താങ്കളുടെ മുഖത്തേക്കാൾ ഇഷ്ടമുള്ള മറ്റൊരു മുഖവുമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഈ മദീനയേക്കാൾ എനിക്ക് വെറുപ്പുണ്ടായിരുന്ന ഒരു പട്ടണവും ലോകത്തുണ്ടായിരുന്നില്ല. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പട്ടണം ലോകത്ത് ഈ മദീനയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഇസ്ലാമിനേക്കാൾ എനിക്ക് വെറുപ്പുണ്ടായിരുന്ന ഒരു മതം എനിക്ക് വേറെയൊന്നുമില്ല. പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മതം
അത് ഇസ്ലാമാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അത് അദ്ദേഹം ഇസ്ലാമിനെ സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം നടത്തിയിരുന്ന പ്രഖ്യാപനമാണ്. അദ്ദേഹം യമാമയിലെ ഭരണാധികാരിയായിരുന്നു. പ്രവാചകനെ വെറുത്തു. പ്രവാചകൻ അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി കത്തയച്ചു. ആ കത്ത് അദ്ദേഹത്തിന്റെ ദേഷ്യത്തെ ജ്വലിപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം മുസ്ലിങ്ങളെ കൊന്നുകളയുകയും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് നേരെ അക്രമങ്ങൾ അയച്ചുവിടുകയും ചെയ്തു. അദ്ദേഹത്തെ ഒരിക്കൽ മുസ്ലിങ്ങളുടെ പാറാവ് ചുറ്റുന്ന കുറച്ച് പട്ടാളക്കാർ ഈ പറയുന്ന വ്യക്തിയെ അദ്ദേഹം ചെയ്യുന്ന യാത്രക്കിടയിൽ അദ്ദേഹത്തെ പിടികൂടി. എന്നിട്ട് മദീന പട്ടണത്തിലേക്ക് കൊണ്ടുവന്നു പ്രവാചകന്റെ പള്ളിയിൽ കെട്ടിയിട്ടു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സുമാമയാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും തന്റെ കുടുംബത്തോട് തന്റെ ഒട്ടകം കറന്ന പാൽ അവർക്ക് നൽകുന്നതിനും വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നു. ആതിഥേയ മര്യാദയുടെ അതുപോലെ തന്നെ സ്നേഹത്തിന്റെ ആദരവിന്റെ എല്ലാ ഭാവങ്ങളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന തുമാമയോട് പ്രവാചകൻ കാണിക്കുന്നു. 3 ദിവസവും പ്രവാചകൻ ഇത് ആവർത്തിക്കുകയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന പ്രവാചകൻ അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നു. താങ്കൾ സ്വതന്ത്രനാണ്. അദ്ദേഹം അവിടെ നിന്ന് നടന്ന് അവിടെയുള്ള ഒരു തോട്ടത്തിലെത്തുമ്പോൾ അദ്ദേഹത്തിന് സ്വബോധം ഉണ്ടാകുന്നു. അദ്ദേഹത്തിന് വീണ്ടും അദ്ദേഹത്തിന് ചിന്തകൾ ഉണ്ടാകുന്നു ഇസ്ലാമിനെ കുറിച്ച്. അദ്ദേഹം തിരിച്ചു നടന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന ഇസ്ലാം ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമായിരിക്കുന്നു. ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന അങ്ങയുടെ മുഖം ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായി മാറിയിരിക്കുന്നു. ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന പട്ടണം ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായി മാറിയിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഈ ആധുനിക ഉസാമമാരാണ് ഈ പറയുന്ന എറേം വാൻ ക്ലെവറിനെ പോലെയുള്ള ഡച്ച് പാർലമെന്റിലെ കടുത്ത ഇസ്ലാമോഫോബായിരുന്ന വ്യക്തി എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ദൗത്യത്തെ നമ്മൾ മനസ്സിലാക്കുകയും ഇസ്ലാമിന്റെ സൗന്ദര്യത്തെയും ഇസ്ലാമിന്റെ മനോഹാരിതയും അതിന്റെ അനുഭവത്തെയും ആസ്വാദനത്തെയും നമ്മുടെ സമൂഹത്തിലേക്ക് സമർപ്പിക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. അത് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്നത് അരീക്കോട്ട് വെച്ചാണ് എന്ന ബോധ്യം എനിക്ക് തീർച്ചയായും ഉണ്ട്. ഒരുപാട് ദഅവാ പ്രവർത്തനങ്ങൾക്കും ഇസ്ലാഹി മൂവ്മെന്റുകൾക്കും സാക്ഷ്യം വഹിക്കുകയും ദിശ പകരുകയും ദിശ നൽകുകയും ചെയ്ത ഒരു മണ്ണിലിരുന്നു കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾക്ക് വീണ്ടും ഒരു ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്നു. അതെന്ന് പറയുന്നത് ഇത്ര കട്ടിയിലും ഇത്ര ആഴത്തിലും വേരൂന്നിയ ഇസ്ലാമോഫോബിയുടെ ഒരു കാലത്ത് ഇസ്ലാമിന്റെ സൗന്ദര്യത്തെയും ഇസ്ലാമിന്റെ മനോഹാരിതയും അതിന്റെ അനുഭവങ്ങളെയും പങ്കുവെക്കാനുള്ള മനസ്സാണ് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ നിർമ്മിച്ചെടുക്കേണ്ടത്. അങ്ങനെ നമ്മൾക്ക് സാധിക്കുമ്പോൾ ഈ ഇരുട്ടുകളെ, ഈ പറയുന്ന നിഷ്കളങ്കമായി തെറ്റിദ്ധാരണകളിൽ വീണുപോകുന്ന മനുഷ്യരെ ഈ വെളിച്ചത്തിലേക്ക് നയിക്കാൻ, ഇസ്ലാമിന്റെ മാനവികതയെ പഠിപ്പിക്കാൻ, ഈ പ്രപഞ്ച സട്ടാവിന്റെ ദീനിലേക്ക് എത്തിക്കാൻ നമ്മൾക്ക് സാധിക്കുമെന്ന തിരിച്ചറിവുണ്ടാവുക. ഇസ്ലാമോഫോബിയയെ ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കുകയും അതിനെ പ്രതിരോധത്തിന്റെ മാർഗങ്ങളെ കുറിച്ച് സഗൗരവം ആലോചിച്ച് മുന്നോട്ട് പോകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.